ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ടി ടെസ്റ്റിനെ കുറിച്ചാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടോ എന്നറിയാനുള്ള ഒരു ടെസ്റ്റാണ് ടി ടെസ്റ്റിൽ നമ്മൾ കണ്ടത്. ഇവിടെ പക്ഷെ നമുക്കിപ്പോൾ 5 ഗ്രൂപ്പുകളുണ്ട്. ഈ 5 ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പുകൾ തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നറിയാൻ ഇവിടെ ടി ടെസ്റ്റ് ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷെ ചിലർ പറയാറുണ്ട് കേട്ടോ, ഇവിടെയും ടി ടെസ്റ്റ് ഉപയോഗിക്കാം, പെയർ വൈസ് ആയിട്ട് ചെയ്താൽ മതി എന്ന്. പക്ഷെ ആക്ച്വലി സംഭവിക്കുന്നത് ഓരോ പെയർ എടുക്കും തോറും നമ്മുടെ എററിന് സാധ്യത കൂടി വരും. അങ്ങനെ എറർ ചാൻസ് ടൈപ്പ് 2 എറർ സംഭവിക്കാനുള്ള സാധ്യത കൂടി വരാനുള്ള സാധ്യതകളുണ്ട്. ഒരിക്കൽ പോലും 2ൽ കൂടുതൽ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ, കമ്പയർ ചെയ്യാനുണ്ടെങ്കിൽ ടി ടെസ്റ്റ് ഉപയോഗിക്കരുത്. അവിടെ നമുക്ക് മറ്റൊരു വഴി കണ്ടെത്തണം. ഇവിടെ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഇത് സ്കൂളിലെ പല കുട്ടികളുടെ ഗ്രൂപ്പാണെന്ന് വിചാരിക്കാം. ഈ ഗ്രൂപ്പുകളിലൊക്കെ കിട്ടിയ പോയിന്റ് നില, ഈ പോയിന്റ് നിലയുടെ ആവറേജ് സ്കോറിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടോ എന്ന് അറിയണം എന്നുള്ളതാണ് ആഗ്രഹം. നമ്മൾ എല്ലാ ടെസ്റ്റും ചെയ്യുന്ന പോലെ ഇവിടെ നൾ ഹൈപ്പോത്തിസിസ് ദർ ഈസ് നോ ഡിഫറൻസ് എന്നുള്ളതായിരിക്കും. ഈ വ്യത്യാസമില്ല എന്ന് പറയുന്ന ഹൈപ്പോത്തിസിസ് വെച്ച് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ചില സ്റ്റെപ്പുകൾ കിടക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റിന്റെ പേര് അനോവ, അനാലിസിസ് ഓഫ് വേരിയൻസ് എന്നുള്ളതാണ്. നമുക്കിനി ഈ ടെസ്റ്റിന്റെ കാര്യങ്ങൾ എന്തൊക്കെ നോക്കാം. ഇപ്പോൾ നമുക്ക് ആവശ്യം ഈ 5 ഗ്രൂപ്പുകൾ അവരുടെ പെർഫോമൻസ് നിലയിൽ കമ്പയർ ചെയ്യണം. ഇവിടെ നമുക്ക് വേണ്ടത് അനോവ ചെയ്യണം. അനോവ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് ഓരോ ഗ്രൂപ്പിലുള്ള നമ്പർ, എത്ര പേരുണ്ടെന്ന് കൗണ്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ കൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ 9 പേര്, ഇവിടെ 9 പേര്, ഇവിടെ 10 പേര്, ഇവിടെ 10 പേര്. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇങ്ങനെ നമുക്ക് ചെറിയ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഈ അനോവ നമുക്ക് മാനുവലി ചെയ്യാൻ വളരെ സിമ്പിളാണ്. അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യേണ്ട ആ സ്റ്റെപ്സ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഇനി നമുക്ക് ഇതിൽ ആകെയുള്ള കുട്ടികളുടെ നമ്പർ, ഇപ്പൊ നമുക്ക് ആ ഒന്നാമത്തെ സ്റ്റെപ്പ് നോട്ട് ചെയ്യാം. എൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങളിപ്പോൾ ഈ കാണുന്ന ടേബിൾ ഉണ്ടല്ലോ, ഈ കാണുന്ന ടേബിൾ ഒന്ന് എഴുതിയെടുക്കുക. എന്നിട്ട് ഈ ടേബിള് അനുസരിച്ച് നമുക്ക് ചെയ്തു പോവുകയും കൂടി ചെയ്യാം, ഒപ്പം ചെയ്തു പോവുകയും കൂടി ചെയ്യാം. അപ്പൊ നിങ്ങളിപ്പോൾ വേണ്ടത് ഒന്ന് പോസ് ചെയ്തിട്ട് ഈ കാണുന്ന ടേബിൾ ഒന്ന് പകർത്തി എഴുതുക. എന്നിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകാം. ഓക്കെ, ഇനി നമുക്ക് അതിലത്തെ ഒന്നാമത്തെ സ്റ്റെപ്പ് അഗെയിൻ സ്റ്റെപ്പും ഒന്ന് നോട്ട് ചെയ്തോളൂ. ഇവിടെ ഒന്ന് പോസ് ചെയ്തിട്ട് സ്റ്റെപ്പ് നോട്ട് ചെയ്യുക. എന്നിട്ട് അഗെയിൻ ആ ടേബിൾ എടുത്തിട്ട് നമ്മൾ എഴുതി വെച്ചതുമായിട്ട് എടുത്ത് കമ്പയർ ചെയ്ത് നോക്കി നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മളോട് പറഞ്ഞില്ല കാൽക്കുലേറ്റ് നമ്പർ ഇൻ ഈച്ച് ഗ്രൂപ്പ്, അത് കാണാനാണ്. അപ്പോൾ ഓരോ ഗ്രൂപ്പിന്റെ നമ്പർ എത്രയാണെന്ന് കൗണ്ട് ചെയ്തെടുക്കുക. രണ്ടാമത് ടോട്ടൽ നമ്പർ ഇൻ ഹോൾ ഡാറ്റ, ഇതിൽ മൊത്തം എത്ര ഡാറ്റ ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്തെടുക്കുക. എന്നുവെച്ചാൽ എല്ലാ ഗ്രൂപ്പിലും കൂടി എത്ര പേരുണ്ട്. ഇവിടെ 47 ആണ് ഇവിടെയുള്ള സ്കോർ. കൗണ്ട് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇതിന് കാൽക്കുലേറ്റ് മീൻ ഓഫ് ഈച്ച് ഗ്രൂപ്പ്, ഓരോ ഗ്രൂപ്പിന്റെയും മീൻ കാണുക. ഇതിന്റെ മീൻ സ്കോർ എത്രയാണോ അത് കണ്ടുപിടി എഴുതുക, ഇതിന്റെ മീൻ സ്കോർ എത്രയാണോ അതിവിടെ കണ്ടെഴുതുക. അങ്ങനെ ഓരോ ഗ്രൂപ്പിന്റെയും മീൻ കാണുക എന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പ്. ഇനി നാലാമത്തെ സ്റ്റെപ്പ് കാൽക്കുലേറ്റ് ഗ്രാൻഡ് മീൻ ഓഫ് ഹോൾ ഡാറ്റ. ഈ ഇത്രയും ഡാറ്റകൾ തമ്മിൽ ആഡ് ചെയ്ത് 47 ഡാറ്റയും ആഡ് ചെയ്ത് അതിനെ 47 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ആ ഹോൾ ഡാറ്റ എന്ന് പറയുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് നോക്കാം. അത് ഇതുവരെയാണ് 4 സ്റ്റെപ്പ്. അത് കാൽക്കുലേറ്റ് ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ള സിമ്പലുകൾ നോക്കി. ഇവിടെ ഷോർട്ട് എൻ കൊടുത്തിട്ടുള്ളത് ഓരോ ഗ്രൂപ്പിന്റെയും നമ്പറാണ്. ലാർജ് എൻ കൊടുത്തിട്ടുള്ളത് ടോട്ടൽ ഡാറ്റയാണ്. എല്ലാ ഗ്രൂപ്പിലും കൂടി എത്ര പേരുണ്ട് എന്നുള്ളതാണ് ക്യാപിറ്റൽ എൻ. മീൻ എന്ന് പറയുന്നത് സ്മോൾ എക്സ് ബാർ എന്ന് എഴുതിയിട്ടുണ്ട്. കാൽക്കുലേറ്റ് ഗ്രാൻഡ് മീൻ ഓഫ് ഹോൾ ഡാറ്റയ്ക്ക് ക്യാപിറ്റൽ എക്സ് ബാർ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ക്യാപിറ്റൽ എക്സ് ബാർ കാണാനുള്ള ഫോർമുല നോക്കുക. x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് അങ്ങനെ xn എത്ര പേരുണ്ടോ അത്രയും വരെ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ, ടോട്ടൽ നമ്പർ ഓഫ് ഡാറ്റ. ദെൻ കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ഗ്രൂപ്പ്സ്, എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് നോക്കാം. എത്ര ഗ്രൂപ്പ് ഉണ്ട്? 1 2 3 4 5. ഇവിടെ നമുക്ക് 5 ഗ്രൂപ്പുകളാണുള്ളത്. ഈ 5 ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി നോക്കാനുള്ളത്. ഇനി നോക്കാം, ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് ക്യാപിറ്റൽ എക്സ് ബാർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ആണ് ഇപ്പോൾ നോക്കിയത്. നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് സ്മോൾ കെ എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്തത്. ഇനി കാൽക്കുലേറ്റ് ഇത് നോക്കാം. കാൽക്കുലേറ്റ് സിഗ്മ x1 മൈനസ് എക്സ് ബാർ 1 ഹോൾ സ്ക്വയർ ഫോർ ഓൾ ഗ്രൂപ്പ്. എന്തതുകൊണ്ട് അർത്ഥമാക്കിയത്? ഓരോ ഡാറ്റയിൽ നിന്നും അതിൻ്റെ മീൻ സ്കോർ എക്സ് ബാർ മൈനസ് ചെയ്ത് അതിനെ സ്ക്വയർ ചെയ്ത് ആ ഗ്രൂപ്പിന്റെ 1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഗ്രൂപ്പ്, x1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഗ്രൂപ്പിലെ ഒരു ഐറ്റം,
ഫോർ എക്സാമ്പിൾ നമ്മുടെ ആദ്യത്തെ ഗ്രൂപ്പ് ഏതായിരുന്നു? ബ്ലൂ ഹൗസ്. ബ്ലൂ ഹൗസിലെ 9 എന്ന് പറയുന്ന ഡിജിറ്റ് ഏതിൽ നിന്ന് 9ൽ നിന്ന് ഏത് മൈനസ് ചെയ്യണം? ആ ഗ്രൂപ്പിന്റെ മീൻ മൈനസ് ചെയ്യണം. ഇപ്പോൾ ബ്ലൂ ഹൗസിന് കിട്ടുന്ന മീൻ സ്കോർ മൈനസ് ചെയ്യണം. അപ്പോൾ വെച്ചാൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന അതേ സ്റ്റെപ്പ് എക്സ് മൈനസ് എക്സ് ബാർ അത് ഒരു ഗ്രൂപ്പിന്റെ ചെയ്യണം. ആ ഗ്രൂപ്പിന്റെ ചെയ്ത് അങ്ങനെ ഓരോ ഡാറ്റയും മൈനസ് ചെയ്ത് കിട്ടുന്നതിനെ സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്തിട്ട് അതിനെ ആഡ് ചെയ്യണം. എക്സാക്ട്ലി ഈ സ്റ്റെപ്പാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ കൂടി ചെയ്യുന്നത്. ഓർമ്മയുണ്ടല്ലോ. ഇനി ഡിവൈഡ് ബൈ n റൂട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയി. ആ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഒരു സ്റ്റെപ്പാണ് ഇവിടെ. അനാലിസിസ് ഓഫ് വേരിയൻസ് ആണ് പറഞ്ഞത്. വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ തന്നെയാണ്. അപ്പോൾ ഓരോ ഡാറ്റയും പരസ്പരം മീനിൽ നിന്ന് എത്രത്തോളം വേരി ചെയ്ത് കിടക്കുന്നു എന്നുള്ളതിന്റെ തോത് തന്നെയാണ് വേരിയൻസ്. അപ്പൊ ആ വേരിയൻസിനെയാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ വേരിയൻസ് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നോക്കാം, കാൽക്കുലേറ്റ്. അപ്പൊ ഇത് കിട്ടി ഞാൻ ഓരോ ഗ്രൂപ്പിന്റെയും ചെയ്യണം കേട്ടോ. നമ്മളിപ്പോ ബ്ലൂ ഹൗസിന്റെ ചെയ്ത പോലെ തന്നെ ഗ്രീൻ ഹൗസിന്റെ, യെല്ലോ ഹൗസിന്റെ, റെഡ് ഹൗസിന്റെയും വൈറ്റ് ഹൗസിന്റെയും ഒക്കെ നമ്മൾ ഇതേപോലെ കാണാം. ഓക്കെ, അങ്ങനെ കണ്ടതിന് ശേഷം നമ്മൾ കാൽക്കുലേറ്റ് SSW എന്നുള്ളതിൻ്റെ ഒരു ഫുൾ ഫോം പറയാം. കാരണം നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു അവസാനത്തെ ടേബിൾ നോക്കുമ്പോൾ അതിൽ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് ടെർമിനോളജി ഉണ്ടാവും. SSW, MSSW, അതൊക്കെ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ആ എഴുതിയിട്ടുള്ള അതിൻ്റെ ഷോർട്ട് കോഡ് എഴുതിയതാണ്. അപ്പോൾ കാൽക്കുലേറ്റ് SSW, സം ഓഫ് സ്ക്വയേർഡ് വേരിയേഷൻ വിതിൻ ദ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിനുള്ളിലുള്ള വേരിയൻസിന്റെ സ്ക്വയേർഡ് വേരിയേഷൻസിന്റെ സമ്മ. ഈ നമ്മൾ ആദ്യം കണ്ട ഈ സിഗ്മ എന്ന് പറഞ്ഞ 6 സ്റ്റെപ്പിൽ കിട്ടിയതിനെയാണ് നമുക്ക് എന്ത് വിളിക്കാൻ കഴിയുക? നമുക്ക് സ്ക്വയേർഡ് വേരിയൻസ് എന്ന് വിളിക്കാം. അതിനെയാണ് സ്ക്വയേർഡ് വേരിയൻസ് വിളിക്കുക. അപ്പൊ വേരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡാറ്റയും മീനിൽ നിന്നുള്ള ഡിഫറൻസ് ആണ് നമ്മൾ വേരിയൻസ്. ആ വേരിയൻസിന്റെ സ്ക്വയർ ചെയ്തിട്ട് അതിനെ സമ്മ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ഗ്രൂപ്പിന്റെയും ഇങ്ങനെ കിട്ടിയ വാല്യൂകളെ പരസ്പരം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് സം ഓഫ് സ്ക്വയേർഡ് വേരിയൻസ് SSW വിതിൻ ദ ഗ്രൂപ്പ്. ആ വിതിൻ ദ ഗ്രൂപ്പാണ് അവിടെ W ആയിട്ട് വന്നത്. സം ഓഫ് സ്ക്വയേർഡ് SSW ഫോർ വിതിൻ. W ഫോർ വിതിൻ. ഓക്കെ, അപ്പൊ അതിന്റെ ഫോർമുല നോക്കുക. SSW = സിഗ്മ x1 മൈനസ് x⁻1 സ്ക്വയർ. നമ്മൾ ഒരു ഗ്രൂപ്പിന്റെ കണ്ടത്. അതേപോലെ രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ കണ്ടതാണ് അടുത്തത്, മൂന്നാമത്തെ ഗ്രൂപ്പിന്റെ അടുത്തത്, നാലാമത്തെ ഗ്രൂപ്പിന്റെ അടുത്തത്, അഞ്ചാമത്തെ ഗ്രൂപ്പിന്റെ. ഈ 5 ഗ്രൂപ്പിന്റെയും ആഡ് ചെയ്യാൻ ഇവിടെ വേണ്ടത്. 5 അല്ല 6 അല്ല 7 8 ഗ്രൂപ്പ് ഉണ്ടെങ്കിലും നമുക്ക് ഇതേ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പ് കാൽക്കുലേറ്റ് n-k. n എന്താന്ന് ഓർമ്മയുണ്ടോ? n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഡാറ്റ. എല്ലാ ഗ്രൂപ്പിലും കൂടി എത്ര എണ്ണം ഉണ്ട്, എത്ര ഡാറ്റ ഉണ്ട്, അതായിരുന്നു n. നമുക്കിവിടെ 64 മറ്റാണോ വന്നത് തോന്നുന്നു, 47. ഇവിടെ 47 ആണ് നമുക്ക് എല്ലാ ഗ്രൂപ്പിലും കൂടി ഉള്ളത്. 47 തന്നെയല്ലേ വരിക. 10 + 10 + 9 9 27 37 47 47. ഇനി നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് k. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് കാൽക്കുലേറ്റ് n-k. 47 - 5 എന്ന് പറയുന്ന സ്റ്റെപ്പ് ചെയ്യാന്നുള്ളതാണ് അടുത്തത്. ഇനി അടുത്ത സ്റ്റെപ്പ് കാൽക്കുലേറ്റ് MSSW, കാൽക്കുലേറ്റ് മീൻ ഓഫ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് വേരിയേഷൻ വിതിൻ ദ ഗ്രൂപ്പ്. നമ്മൾ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് വേരിയേഷൻ 7ാമത്തെ സ്റ്റെപ്പിൽ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. 7ാമത്തെ സ്റ്റെപ്പിൽ ചെയ്തു വെച്ചതിന്റെ മീൻ കാണണം. അപ്പൊ മീൻ കാണാൻ വേണ്ടി ഡിവൈഡ് ചെയ്യപ്പോഴും നമ്പർ കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യുക. പക്ഷെ ഇവിടെ നമ്പർ കൊണ്ടല്ല ഡിവൈഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ n-k. നമ്മളിവിടെ കണ്ട ഈ n-k വെച്ചിട്ട് വേണം ഡിവൈഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് എ ഫോർമുല. ദിസ് ഈസ് എ ഫോർമുല ഫോർ this MSSW is equal to SSW divided by n-k. Clear? ഇനി നോക്കാം, ഇവിടെ നമ്മൾ 10th സ്റ്റെപ്പിലേക്ക് കിടക്കാം. നമ്മൾ MSSW വരെയുള്ള സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി 10th സ്റ്റെപ്പ്. 10th സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് n1 into x1 bar x⁻1 minus x capital X bar all square. ഇതെന്താണ് ഈ ടേം എന്ന് നോക്കാം. ഈ
സ്മോൾ എക്സ് ബാർ എന്ന് എഴുതിയിട്ടുള്ളത് ഉറപ്പായിട്ടും ഓരോ ഗ്രൂപ്പിൻ്റെ മീനാണ്. ഇത് ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ മീനാണ് ഈ സ്മോൾ എക്സ് ബാർ എന്ന് എഴുതിയിട്ടുള്ളത്. ക്യാപിറ്റൽ എക്സ് ബാർ എന്ന് എഴുതിയിട്ടുള്ളത് ഹോൾ ഡാറ്റ മീൻ അഥവാ എല്ലാ ഗ്രൂപ്പിലെയും എല്ലാ മെമ്പേഴ്സിൻ്റെയും ടോട്ടൽ ഗ്രാൻഡ് മീൻ എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ മുന്നേ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പല സ്റ്റെപ്പുകളിലായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സ് ബാർ, ക്യാപിറ്റൽ എക്സ് ബാർ, നമ്മൾ പല സ്റ്റെപ്പിലും കാൽക്കുലേറ്റ് മീൻ ഓഫ് ഈച്ച് ഗ്രൂപ്പ്, കാൽക്കുലേറ്റ് ഗ്രാൻഡ് മീൻ ഓഫ് ഹോൾ ഡാറ്റ. അപ്പോൾ ഈച്ച് ഗ്രൂപ്പിൻ്റെ മീനാണ് എക്സ് ബാർ, ഗ്രാൻഡ് മീനാണ് ക്യാപിറ്റൽ എക്സ് ബാർ. ഇത് രണ്ടുമാണ് ഈ 10ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ സ്മോൾ എക്സ് ബാർ 1 മൈനസ് ക്യാപിറ്റൽ എക്സ് ഹോൾ സ്ക്വയർ കാണുന്നു. അതിൻ്റെ കൂടെ അതിൻ്റെ നമ്പർ കൊണ്ട്, ആ ഗ്രൂപ്പിൻ്റെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതേപോലെ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ, തേർഡ് ഗ്രൂപ്പിൻ്റെ, ഫോർത്ത് ഗ്രൂപ്പിൻ്റെ, അവസാനം എത്ര ഗ്രൂപ്പുണ്ടോ അത്രയും. നമുക്കിവിടെ 5 ഗ്രൂപ്പേ ഉള്ളൂ, ഈ എക്സാമ്പിളിൽ 5 ഗ്രൂപ്പേ ഉള്ളൂ. പക്ഷേ ഇത് പൊതുവായിട്ടൊരു സ്റ്റെപ്പ് പറഞ്ഞാണ്. അങ്ങനെ എത്ര ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത്രയും ഗ്രൂപ്പിൻ്റെ ചെയ്ത് ആ കാൽക്കുലേഷൻ വേണം. ദെൻ 11ാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം. 11ാമത്തെ സ്റ്റെപ്പിൽ എന്താണ് ചെയ്യേണ്ടത്? SSB കാണും. എന്താണ് SSB? സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ ദ ഗ്രൂപ്പ്സ്. അപ്പോൾ ഓരോ ഗ്രൂപ്പ് തമ്മിലുള്ള വ്യത്യാസമാണ് ഇതിൽ കാണേണ്ടത്, അതിൻ്റെ വേരിയേഷനാണ്. അപ്പോൾ ഓരോ ഗ്രൂപ്പിൻ്റെ മീന് ഗ്രാൻഡ് മീനുമായിട്ടുള്ള വ്യത്യാസത്തെയാണ് അവിടെ വേരിയേഷൻ എന്ന് വിളിക്കുന്നത്. ആ വേരിയേഷൻ്റെ സ്ക്വയറിനെ, ആ ഡിഫറൻസിൻ്റെ സ്ക്വയറിനെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓരോ വാല്യൂം 5 ടേമാണ് നമുക്ക് കിട്ടുക. ഈ 5 ടേമും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് SSB എന്ന് പറയുന്ന വാല്യൂ ആയി. ഇനി 12th സ്റ്റെപ്പിൽ പോവാം. ഇപ്പോൾ ഇവിടെ മനസ്സിലായല്ലോ, ഓരോ ഗ്രൂപ്പിൻ്റെയും മീനിനെ ഗ്രാൻഡ് മീനിൽ നിന്ന് മൈനസ് ചെയ്തതിനെ സ്ക്വയർ ചെയ്ത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 5 ഗ്രൂപ്പിൻ്റെയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ SSB ആയി. ഇനി നമുക്ക് K-1 എന്താണെന്ന് നോക്കാം. K എന്താണ്? നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് -1. അന്ന് 1 മൈനസ് ചെയ്താൽ 4. നമുക്കിവിടെ എക്സാമ്പിളിൽ 4 വരിക. ഇനി MSSB കാണണം, മീൻ ഓഫ് സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ്. അപ്പോൾ SSB നമ്മളിവിടെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. 11ാമത്തെ സ്റ്റെപ്പിൽ SSB കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അതേ മൈനസ് SSB ഡിവൈഡഡ് ബൈ K-1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീൻ ഓഫ് സം ഓഫ് സ്ക്വയേഴ്സ് ബി കിട്ടി. ഇനി നമുക്ക് ഫൈനൽ സ്റ്റെപ്പായിട്ടുള്ള എഫ് വാല്യൂ കാൽക്കുലേഷൻ. എഫ് വാല്യൂ ഒരു റേഷ്യോ ആണ്. നമ്മൾ 9ാമത്തെ സ്റ്റെപ്പിൽ കണ്ടെത്തി വെച്ചിട്ടുള്ള MSSDW, മീൻ ഓഫ് സം ഓഫ് സ്ക്വയേഴ്സ് W, 13ാമത്തെ സ്റ്റെപ്പിൽ കണ്ടെത്തി വെച്ചിട്ടുള്ള മീൻ ഓഫ് സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സും തമ്മിലുള്ളൊരു റേഷ്യോ ആണ് എഫ് വാല്യൂ. അപ്പോൾ അത് കാണാൻ വേണ്ടി ചെയ്യേണ്ടത് MSSB ഡിവൈഡഡ് ബൈ MSSW ചെയ്താൽ മതി. അതിനുശേഷം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടെത്തുക. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് അനോവ ടെസ്റ്റിനെ സംബന്ധിച്ച് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അത് ഈ ടേബിളിൽ നോക്കിയാൽ മനസ്സിലാവും നമുക്ക്. ഈ ടേബിൾ, അനോവയുടെ ഏത് ടേബിൾ എടുത്ത് നോക്കിയാലും അതിലെ ലെഫ്റ്റ് സൈഡിലായിട്ട് കോളത്തിലും ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും, മുകളിലും ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും. അപ്പോൾ മുകളിലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഏതാണ്, ലെഫ്റ്റിലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഏതാണ്? മുകളിലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം K-1 അഥവാ ബിറ്റ്വീൻ ആണ്. ലെഫ്റ്റ് സൈഡിലെ കോളത്തിലുള്ളത് നമുക്കതൊരു ഒരു ഇമേജ് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. അതിൻ്റെ ഒരു ഇമേജ് ഒന്ന് നോക്കി നോക്കാം, ഒരു അനോവ ടേബിളിൻ്റെ. പക്ഷേ ഈ അനോവ ടേബിൾ അത്ര കറക്റ്റ് അല്ല, എങ്കിലും നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. ഇത് കണ്ടല്ലോ, ഇതൊരു അനോവ ടേബിളാണ്. ഈ അനോവ ടേബിൾ നോക്കി നോക്കാം. ഈ അനോവ ടേബിളിൽ ലെഫ്റ്റ് സൈഡിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, മുകളിലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ഈ മുകളിലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ബിറ്റ്വീൻ ആണ്, ഇത് വിതിൻ ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത് അനോവ ടേബിളിൽ ഇങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടാവുന്നു. അപ്പോൾ ഈ ഒരു ഫീച്ചർ നമുക്കിതിൽ ഫോളോ ചെയ്യേണ്ട. അതിൽ 0.05 ലെവലും 0.01 ലെവലും ഉണ്ടാവും. ഇനി നമുക്ക് ഈ കിട്ടിയ എഫ് വാല്യൂ ഈ പർട്ടിക്കുലർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ ടേബിളിൽ നോക്കാം. ടേബിളിൽ നോക്കിയിട്ട് ഇഫ് ഒബ്റ്റൈൻഡ് എഫ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ then H0 is rejected. That's all. H0 എന്ന് പറഞ്ഞാൽ there exists no difference ഉള്ളത് റിജക്റ്റ് ചെയ്യുക. അപ്പോൾ എഫ് വാല്യൂ വലുതാണെങ്കിൽ ആ ഗ്രൂപ്പുകൾ തമ്മിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം കൂടി ഓർത്ത് വയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനൊരു ടേബിൾ ഓർക്കൽ എളുപ്പമാണ്. ഈ ടേബിൾ നോക്കുക, ലാസ്റ്റ് കോളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ലാസ്റ്റ് കോളത്തിൽ എഫ് വാല്യൂ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ എഫ് വാല്യൂ
ഐ മീൻ എഫ് വാല്യൂ എന്ന് നോക്കിക്കഴിഞ്ഞാൽ എഫ് വാല്യൂവിൽ എങ്ങനെ കാണുക, MSSB ഡിവൈഡ് ബൈ MSSW അതിവിടെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇത് ഈ റേഷ്യോ ആണെന്ന് ഓർത്ത് കഴിഞ്ഞാൽ MSSB എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത് ഓർത്താൽ മതി. MSSB കാൽക്കുലേറ്റ് ചെയ്യുന്നത് SSB ഡിവൈഡ് ബൈ K-1 ആണ്. അപ്പോൾ K-1 ആണ് തൊട്ട് മുന്നത്തെ കോളത്തിൽ, SSB അതിൻ്റെ മുന്നേ SSB ആണ്. റൈറ്റ്, ഈ ഒരു ഓർഡർ നോക്കിയാൽ മതി. അതേപോലെ ഇവിടെ MSSW ആണ് ഡിനോമിനേറ്റർ. MSSW കിട്ടുന്നത് SSWനെ N-K കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. N-K എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് ഹോൾ സാമ്പിൾ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് എന്നുള്ളതാണ് അവിടെ കൊടുക്കേണ്ടത്. ഇനി SSW നമ്മൾ കാണാനുള്ള സ്റ്റെപ്പ്. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് SSW, അപ്പോൾ ഇങ്ങനെ ഒരു ടേബിള് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനോവയുടെ മൊത്തം സ്റ്റെപ്പ് ഓർക്കാൻ എളുപ്പമാണ്. ഓക്കെ, ഇനി നമുക്കൊരു കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. ആ കാൽക്കുലേഷനിൽ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ഈ എഴുതി വെച്ചിട്ടുള്ള ഈ ഡാറ്റ മൊത്തം നമുക്ക് കാൽക്കുലേഷൻ ആയിട്ട് ചെയ്ത് നോക്കാം. കാൽക്കുലേഷൻ നമ്മൾ എക്സൽ ഷീറ്റിൽ ചെയ്യാൻ എളുപ്പം. അപ്പോൾ നമ്മൾ ഇതേ വാല്യൂ എക്സൽ ഷീറ്റിലിട്ട് അവിടെ നിന്ന് ചെയ്യുന്നതാണ് ഇനി കണ്ടിന്യൂ ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇനിയിപ്പോൾ എക്സൽ ഷീറ്റിലേക്ക് നമ്മൾ വന്നു. ഇവിടെ നമുക്ക് കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. നമ്മൾ ആ 5 ഗ്രൂപ്പുകളുടെ ഡാറ്റ ഇവിടെ ഉണ്ട്. ഈ 5 ഗ്രൂപ്പുകളുടെ ഡാറ്റ വെച്ചിട്ട് നമുക്ക് ചെയ്തു പോകാം. ഓക്കെ, അതിൽ നമ്മളിപ്പോൾ എന്തൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് നോക്കാം. അതിൽ നമ്മൾ മറ്റേ നേരത്തെ പ്രോബ്ലം ചെയ്തപ്പോൾ എഴുതിയ കുറേ കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. N, X, X ബാർ, K അതൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ദെൻ എന്താണ് ഈ സ്മോൾ n എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സ്മോൾ n മീൻസ് നമ്പർ ഇൻ ഈച്ച് ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പിലെയും നമ്പർ അത് കൗണ്ട് ചെയ്തിട്ട് ഇവിടെ എഴുതാം. റൈറ്റ്, 10. ഓക്കെ, ഓരോ ഗ്രൂപ്പിലെയും നമ്പർ കൗണ്ട് ചെയ്തിട്ട് എഴുതിയതാണ് ഇത്. ഇനി N, ക്യാപിറ്റൽ N മീൻസ് ഇതിൽ ആകെ എത്ര ഡാറ്റയുണ്ടോ, മൊത്തമുള്ള ഡാറ്റ. ആ മൊത്തമുള്ള ഡാറ്റ നമ്പർ കൗണ്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 9 + 9 + 9 + 10 + 10 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 47. റൈറ്റ്, ഇനി എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീൻ വാല്യൂ. ഓരോ ഗ്രൂപ്പിൻ്റെയും മീൻ വാല്യൂ എങ്ങനെ കാണാം? ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക, നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക, നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന രീതിയിൽ ഇത്രയും വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കിട്ടേണ്ടത് ഇനി ക്യാപിറ്റൽ എക്സ് ബാർ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അതെല്ലാം കൂടി ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു കോളം ഇൻസേർട്ട് ചെയ്യട്ടെ. റൈറ്റ്, ഇവിടെ നമുക്ക് ഒന്ന് സമ്മ് കണ്ടിട്ട് ആ സമ്മുകളെ കണ്ടിട്ട് കാണാം, അതായിരിക്കും നല്ലത്. ഓക്കെ, B2 to B11. ഓക്കെ, റൈറ്റ്, 74. റൈറ്റ്, ടോട്ടൽ സം റൈറ്റ്, മൊത്തം ഡാറ്റയുടെ ടോട്ടൽ എന്ന് പറയുന്നത് 478 ആണ്. 478 ഡിവൈഡ് ബൈ 47 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ വാല്യൂ കിട്ടും. ഇത് ഡിവൈഡഡ് ബൈ 47. ഓക്കെ, ചെയ്ത സ്റ്റെപ്പും കണ്ടല്ലോ. 10.1702 ആണ് ഗ്രാൻഡ് മീൻ. അപ്പോൾ നമുക്ക് ഓരോ ഗ്രൂപ്പിൻ്റെ മീനുമായി ഗ്രാൻഡ് മീനുമായി. K എന്ന് പറയുന്നത് നമുക്ക് അറിയാം നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ആണ്. ഇനി N-K കാണണോ? അതൊക്കെ നമുക്കിനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോവാം. നമുക്കിനി നമ്മുടെ മെയിൻ ഡാറ്റ ബുക്ക് എടുത്ത് വെച്ച് പഠിക്കാം. ഇതിലെന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഇതനുസരിച്ചിട്ട് നമുക്ക് ചെയ്തു പോവാം. ഓക്കെ, റൈറ്റ്, എന്താണ് ഇതിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു പോയിട്ടുള്ളത് നോക്കാം. അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. റൈറ്റ്, ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്തത് കറക്റ്റാണ്, അടുത്ത സ്റ്റെപ്പ് ചെയ്തത് കറക്റ്റാണ് എന്ന രീതിയിൽ നമ്മൾ ആലോചിച്ച് പോവാണ് ഇപ്പോൾ ചെയ്യാൻ പോണത്. കാൽക്കുലേറ്റ് കൂടെ കാണുന്നുണ്ടല്ലോ അല്ലേ, ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടല്ലോ. റൈറ്റ്, ഞാനത് അറേഞ്ച് ചെയ്ത് വയ്ക്കുമ്പോൾ സൈസ് കുറയുന്നുണ്ടെങ്കിൽ ഒന്ന് സൂം ചെയ്യാം. റൈറ്റ്,
അപ്പോൾ n കണ്ടു, സ്മോൾ n കണ്ടു, ക്യാപിറ്റൽ N കണ്ടു, എക്സ് ബാർ കണ്ടു, ക്യാപിറ്റൽ X ബാർ കണ്ടു. റൈറ്റ്? ഇത്രയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത്. ഇനി നമുക്കിവിടെ എന്താണ് ചെയ്യാനുള്ളത്? ഓക്കെ, അത് കണ്ട സ്റ്റെപ്പാണ് ഇവിടെ എഴുതിയത്. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ അതിനും പ്രശ്നമില്ല. എല്ലാവരുടെ വിസിബിലിറ്റി കുറയോ വീഡിയോയിൽ? ഓക്കെ, ദെൻ കെ കണ്ടു, അതിവിടെ എഴുതിയിട്ടുണ്ട്. കാൽക്കുലേറ്റ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ ഫോർ ഓൾ ഗ്രൂപ്പ്. ഒന്നുകൂടിയും പറയാം, എന്താണ് എഴുതിയിട്ടുള്ളത്? അടുത്ത സ്റ്റെപ്പ് നമ്പർ 6. പ്ലീസ് നോട്ട് സ്റ്റെപ്പ് നമ്പർ 6. സിഗ്മ x1 മൈനസ് x ബാർ 1 ഓൾ സ്ക്വയർ ഫോർ ഓൾ ഗ്രൂപ്പ്. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കോളം തുടങ്ങാം. x1 മൈനസ് എക്സ് ബാർ 1. ഈ എക്സ് ബാർ എന്നുള്ളതൊക്കെ ഇവിടെ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെറുതെ x1 തന്നെ ഇടുന്നേ ഉള്ളൂ കേട്ടോ. എന്താ ഉദ്ദേശിച്ചത്? ഈ വാല്യൂവിൽ നിന്ന് മീൻ വാല്യൂ മൈനസ് ചെയ്ത്, മീൻ വാല്യൂ ഇവിടെ ഉണ്ട്, മീൻ വാല്യൂ മൈനസ് ചെയ്തതെന്നാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈസ് ഈക്വൽ ടു ഈ വാല്യൂവിൽ നിന്ന് നമുക്ക് എന്ത് മൈനസ് ചെയ്യണം? മൈനസ് 8.222. 8.222. നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ 2 ഡിജിറ്റ് എടുത്താൽ മതി കേട്ടോ, 2 ഡെസിമൽ പ്ലേസ് എടുത്താൽ മതി. നമ്മളിപ്പോൾ എക്സലിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള സൗകര്യമുള്ളതുകൊണ്ട് ചെയ്യാണ്. ഓക്കെ, അതിനെ സ്ക്വയർ ചെയ്യണ്ടേ? സ്ക്വയറും കൂടി ഇവിടെ നിന്ന് തന്നെ കണ്ടുപോവാം. റൈറ്റ്, അതല്ലേ നന്നാവാം. അല്ലെങ്കിൽ സ്ക്വയർ കാണാൻ മറ്റൊരു കോളം യൂസ് ചെയ്യാം. വേണമെന്നില്ല. ഇതിലിപ്പോൾ ഇവിടെ ഇട്ട് ഒരു ഫോർമുലയിൽ ഇവിടെ ഇട്ട് ഫോർമുലയിൽ ഒരു ചെറിയൊരു മാറ്റം കൂടി വരുത്തി കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ കാണുന്നത് ഇവിടെ തന്നെ കാണാം. SQ സ്ക്വയർ റൂട്ടാണ്, SQR സ്ക്വയർ റൂട്ടാണ് അവിടെ കാണുന്നത്. സ്ക്വയർ കാണാൻ വേണ്ടി ചെയ്യുന്നത് ഇതിനെ നമ്മൾ ബ്രാക്കറ്റാക്കിയിട്ട് ബ്രാക്കറ്റാക്കി ഇൻറ്റു അതേ കോളത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ശരിയാവുമോ? ഇല്ല. ഓക്കെ, നമുക്കത് അടുത്ത സ്റ്റെപ്പിലായിട്ട് ചെയ്യാം. സ്ക്വയർ ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പിലായിട്ട് ചെയ്യാം. മേ ബി നല്ല സം ഓപ്ഷൻ, നമുക്കിപ്പോൾ അത് നോക്കുന്നില്ല. അപ്പോൾ ഇതായി. ഇനി അതിൻ്റെ സ്ക്വയർ കാണുന്നു. x1 മൈനസ് എക്സ് ബാർ 1 ഹോൾ സ്ക്വയർ, അതാണ് ഈ കോളത്തിൽ കാണുന്നത്. ഇത് ഇൻറ്റു അത് തന്നെ. അപ്പോൾ സ്ക്വയർ കാണുന്നു. റൈറ്റ്, അത്രയും വാല്യൂസിൻ്റെ സ്ക്വയർ കണ്ടു. അപ്പോൾ നിങ്ങൾ ചെയ്തു വരുന്നത് ഈ സ്റ്റെപ്പ് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുള്ളൊരു ഓപ്ഷൻ കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തതിൽ x2. നമ്മളിപ്പോൾ ഇതേപോലെ 5 ഗ്രൂപ്പിൻ്റെ ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ഡെപ്ത് കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. x2 മൈനസ് എക്സ് ബാർ 2 ഇവിടെ കാണണം. അപ്പോൾ സോ ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെയാണ് x2 എന്ന് പറയുന്ന ഗ്രൂപ്പ് മൈനസ് 7.88889 എന്നൊക്കെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഏതാ പറ്റേ അത് എല്ലാ ഗ്രൂപ്പിൻ്റെ എല്ലാ മെമ്പേഴ്സിൻ്റെയും ചെയ്തു. റൈറ്റ്, അതിൻ്റെ സ്ക്വയറാണ് നമുക്കിനി അടുത്ത് ചെയ്യേണ്ടത്. x2 മൈനസ് എക്സ് ബാർ 2 ഹോൾ സ്ക്വയർ, അതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഈസ് ഈക്വൽ ടു ഇതിൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അതിൻ്റെ വാല്യൂ ഇവിടെ കിട്ടി. യെസ്. ഇനി അതേപോലെ x3 മൈനസ് എക്സ് ബാർ 3 ഇവിടെ കാണാം. ഈക്വൽ ടു x3 എന്ന് പറയുന്ന മൂന്നാമത്തെ ഗ്രൂപ്പ് മൈനസ് അതിൻ്റെ മീൻ വാല്യൂ 11.1111. റൈറ്റ്, ആ വാല്യൂ കിട്ടി. അതും എല്ലാ ഗ്രൂപ്പിൻ്റെയും ചെയ്യാം. ഇത്രയും വേണ്ട. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ അതിൻ്റെ സ്ക്വയർ കാണണം. സ്ക്വയർ മീൻസ് x3 മൈനസ് എക്സ് ബാർ 3 ഹോൾ സ്ക്വയർ ആണ് ഇവിടെ കാണേണ്ടത്. ഇവിടെ
is equal to ഇത് into same value, right? Okay, ഇനി അതേപോലെ x4 minus x bar 4 ഇവിടെ കാണണം. സ്ക്വയറിനൊക്കെ അടിച്ചു വലിയുണ്ട്, എന്താ വരാത്ത? യെസ്, ആ കോളത്തിൽ ഹെഡിങ് കാണുന്നില്ല, അതുകൊണ്ട് മാറ്റി വെച്ചതാണ്. എവിടെയാണ് നമ്മൾ സ്ക്വയർ അടിച്ചിട്ടുള്ളത്? ദെൻ ഇവിടെ നമുക്ക് കാണേണ്ടത് ഈസ് ഈക്വൽ ടു നാലാമത്തെ ഗ്രൂപ്പ് മൈനസ് അതിൻ്റെ മീൻ വാല്യൂ വന്നിട്ട് 11.33 11.3 ഉണ്ടായിരുന്നത് അറിയില്ല. ഓക്കെ, അത് താഴേക്ക് ഡ്രാഗ് ചെയ്യാം. 11.3 അല്ലേ ഉള്ളൂ. ഒരു വാല്യൂ അധികം ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ വല്ലാതെ നമ്മുടെ വാല്യൂസിനെ മാറ്റിക്കളയും. അതുകൊണ്ട് ഒന്നും കൂടി അത് കറക്റ്റ് ചെയ്യുന്നു, റൈറ്റ്? ഇനി ഇവിടെ ഈ ബ്രാക്കറ്റിലെ x4 മൈനസ് x ബാർ 4 ഹോൾ സ്ക്വയർ ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഈക്വൽ ടു ഇതിൻ്റെ സ്ക്വയറാണ് ഇൻറ്റു സ്ക്വയർ. ഓക്കെ, എല്ലാ വാല്യൂവും കാണാം. ദെൻ അടുത്തതിൽ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ മാനുവലായിട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ എടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് കൂടി നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മയുണ്ടാവണം. ഇപ്പോൾ ഇത്രയും ഡാറ്റ നമ്മൾ കാൽക്കുലേറ്ററിൽ അടിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. ഇതിപ്പോൾ എക്സലായതുകൊണ്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ട്രാക്ക് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ എക്സലിൽ ഇതിങ്ങനെ അല്ലാതെ നമുക്ക് ചെയ്യാം. ഇത് ഒറ്റ ക്ലിക്കിൽ എഫ് വാല്യൂ തന്നെ കിട്ടും. ഓക്കെ, നമ്മളിപ്പോൾ അത് മറ്റൊരു മെത്തേഡ്. നമ്മൾ മാനുവലി ഇത് ചെയ്യാൻ പറ്റും, മാനുവലി ചെയ്തെടുക്കേണ്ട ഒന്നാണ് എന്ന ഒരു ധാരണയാണ്. അത് മാനുവലി ചെയ്തു പോകേണ്ട സ്റ്റെപ്പുകളാണ് നമ്മളിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ഈക്വൽ ടു ഇല്ല, x5 മൈനസ് ഇതാണ് ലാസ്റ്റ് ഗ്രൂപ്പ്. x5 മൈനസ് x ബാർ 5 ആണ് ഇവിടെ കാണേണ്ടത്. ഈക്വൽ ടു അഞ്ചാമത്തെ ഗ്രൂപ്പ് മൈനസ് അതിൻ്റെ മീൻ സ്കോർ 12. ഓക്കെ, അത് 5 ഗ്രൂപ്പിൻ്റെയും ചെയ്യാം. അടുത്ത ഗ്രൂപ്പ് കുറച്ചൊന്ന് കേൾക്കട്ടെ, റൈറ്റ്? ഇവിടെ x5 മൈനസ് x ബാർ 5 ഹോൾ സ്ക്വയർ ആണ് ഇവിടെ വരേണ്ടത്. ഈക്വൽ ടു ഇതിൻ്റെ സ്ക്വയർ. ഓക്കെ, അതിൻ്റെ സ്ക്വയർ അവിടെ വന്നു. ഓക്കെ, ഇതെല്ലാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ വേണ്ടി നമ്മൾ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ. ഇനി ഇതിൻ്റെയൊക്കെ ടോട്ടലുകൾ വേണം. എല്ലാത്തിൻ്റെയും ടോട്ടൽ വേണ്ടല്ലോ അല്ലേ? ഈ സ്ക്വയറുകളുടെ ടോട്ടൽ മതി. പക്ഷെ നമുക്കിപ്പോൾ എടുക്കുമ്പോൾ എല്ലാത്തിൻ്റെയും ടോട്ടൽ അങ്ങ് എടുക്കാം. അപ്പോൾ നമ്മൾ ഇനി SSW കാണുക എന്നുള്ള സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. കാൽക്കുലേറ്റ് SSW, സം ഓഫ് സ്ക്വയേർഡ് വേരിയേഷൻ വിതിൻ ദ ഗ്രൂപ്പ്. അപ്പോൾ x മൈനസ് x ബാർ സ്ക്വയർ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സമ്മ് കണ്ടെത്തണം. ആ സമ്മ കണ്ടെത്തിയിട്ട് അത് 5 ഗ്രൂപ്പിൻ്റെയും കൂടി ആഡ് ചെയ്യണം എന്നുള്ള സ്റ്റെപ്പാണ് ഇനി ചെയ്യാനുള്ളത്. ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ x മൈനസ് x ബാർ സ്ക്വയർ കണ്ടെത്തി വെച്ചിട്ടുള്ളത്. അതിൻ്റെ ടോട്ടൽ നമുക്കിവിടെ എടുക്കണം. ടോട്ടൽ എടുക്കാൻ വേണ്ടി സം H2 to H12 H11 എന്ന് പറയുന്ന കമാൻഡ് ഇവിടെ കൊടുത്താൽ നമുക്കിവിടെ ടോട്ടൽ കിട്ടും. ഇതേപോലെ ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെയും രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെയും മൂന്നാമത്തെ ഗ്രൂപ്പിൻ്റെയും നാലാമത്തെ ഗ്രൂപ്പിൻ്റെയും അഞ്ചാമത്തെ ഗ്രൂപ്പിൻ്റെയും ടോട്ടൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ടോട്ടലുകളെ ഇനി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ 1 2 3 4 5 വാല്യൂകളെ നമ്മൾ ഇനി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ഈ വാല്യൂ ആണ് SSW എന്ന് പറയുന്ന ഈ വാല്യൂ. SSW ഇസ് ഈക്വൽ ടു ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. ഈ 119 പ്ലസ് 160 ഒന്നുകൂടി ചെയ്യാം. ഇസ് ഈക്വൽ ടു 119 പ്ലസ് 160 point something plus 72.88 plus 164.109 plus ഞാൻ പറഞ്ഞിട്ട് കാണുന്നുണ്ടാവില്ല 126 ഈക്വൽസ് 6434.44 എന്ന് പറയുന്ന ഫിഗറാണ് ഈ കിടക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ അടുത്ത സ്റ്റെപ്പ് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് SSW ആയി, അത് കിട്ടി. ഇനി N-K കാണാം. N-K നമ്മൾ നേരത്തെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്.
അത് നോക്കുക n മൈനസ് കെ എത്രയാണെന്നുള്ളത്. n മൈനസ് കെ 42. ഓക്കെ റൈറ്റ്. അപ്പോൾ ഇനി അത് കാൽക്കുലേറ്റ് ചെയ്യാനില്ല. നമുക്കിനി തിരിച്ചു പോകാം. എവിടെ എന്താണ് അടുത്ത 9th സ്റ്റെപ്പ്. MSSW മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് വേരിയേഷൻസ് വിതിൻ ദ ഗ്രൂപ്പ് എന്ന് പറയുന്നതാണ്. മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് വേരിയേഷൻസ് വിതിൻ ദ ഗ്രൂപ്പ്. അത് കാണണമെങ്കിൽ നമുക്കൊരു ഫോർമുല MSSW is equal to SSW ഡിവൈഡഡ് ബൈ n മൈനസ് കെ. ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്കിത് കണ്ടുപിടിക്കാം. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അഗെയിൻ കാൽക്കുലേഷനിലേക്ക് ഇവിടേക്ക് വരാം. നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുള്ള വാല്യൂയുടെ ഓക്കെ ഇവിടെയുണ്ട്. ഇവിടെ നമുക്ക് ഇനി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് വേരിയേഷൻ എത്രയാണെന്നുള്ളത് ഇസ് ഈക്വൽ ടു ഈ വാല്യൂ ഡിവൈഡ് ബൈ n മൈനസ് കെ. 47 മൈനസ് 5 42. ഓക്കെ നമ്മളവിടെ കണ്ടെത്തി വെച്ചിട്ടുള്ള വാല്യൂ അതാണ് 15.32. ഇതാണ് നമുക്ക് മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് വേരിയേഷൻ. ഇനി അടുത്ത സ്റ്റെപ്പ് 10th സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഓഫ് ഈ ഒരു സ്റ്റെപ്പാണ് ഇനി കിടക്കാനുള്ളത്. ഇനി നോക്കാം, നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. അടുത്ത സ്റ്റെപ്പ് എന്നാൽ 10th സ്റ്റെപ്പ്. 10th സ്റ്റെപ്പ് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത സ്റ്റെപ്പാണ്. നമ്പർ ഇൻറ്റു ഒരു ഗ്രൂപ്പിൻ്റെ മീൻ മൈനസ് ഗ്രാൻഡ് മീൻ സ്ക്വയർ. ഈ ഒരു രീതിയാണ് അവിടെ പോകേണ്ടത്. അത് ഒരു ഗ്രൂപ്പിൻ്റെ കാണണം, അതേപോലെ എല്ലാ ഗ്രൂപ്പിൻ്റെയും കാണണം. അത് ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സൽ ഫയൽ എടുക്കാം. എക്സൽ ഫയലിൽ നമ്മൾ ഓരോ ഗ്രൂപ്പിൻ്റെ മീൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് സൂം ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ടാണ് ക്ലിയർ ആവാത്തത്. ഓക്കെ നമ്മൾ നോക്കുക, ഈ 5 ഗ്രൂപ്പിൻ്റെ മീൻ വാല്യൂ ഇവിടെ കണ്ടെത്തി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ഗ്രൂപ്പിൻ്റെ മീൻ വാല്യൂവിൽ നിന്ന് ഗ്രാൻഡ് മീൻ മൈനസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്കത് ചെയ്യാം. ഓക്കെ അവിടെ കാണുന്നുണ്ടല്ലോ സ്മോൾ എക്സ് ബാർ എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിൻ്റെ മീനാണ്, മൈനസ് ഗ്രാൻഡ് മീൻ എന്ന് പറയുന്നത് 10.1702 അതാണ് 10.1702. ഓക്കെ അപ്പോൾ നമുക്ക് എക്സ് ബാർ മൈനസ് ക്യാപിറ്റൽ എക്സ് ബാർ കിട്ടി. ഇത് ഒരു ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെയാണ്, അതേപോലെ എല്ലാ ഗ്രൂപ്പിൻ്റെയും കിട്ടുക. അതിൻ്റെ സ്ക്വയർ കാണാം, അത് ഇൻറ്റു അതേ വാല്യൂ തന്നെ ചെയ്താൽ അതിൻ്റെ സ്ക്വയർ കിട്ടി. ഇനി നമ്മൾ എല്ലാ ഗ്രൂപ്പിൻ്റെയും സ്ക്വയർ ഇതേപോലെ കാണും, റൈറ്റ്. ഇനി അതിനെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓരോ ഗ്രൂപ്പിൻ്റെ നമ്പർ കൊണ്ട് ഈ വാല്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ നോക്കുക, നമ്മൾ ഒന്നുകൂടി വന്ന് നോക്കാൻ സംശയം ഉണ്ടെങ്കിൽ സ്മോൾ ഗ്രൂപ്പിൻ്റെ മീൻ മൈനസ് ലാർജ് അഥവാ ഗ്രാൻഡ് മീൻ സ്ക്വയർ ഇൻറ്റു നമ്പർ. അപ്പോൾ ഇൻറ്റു നമ്പറാണ് ഇനി ചെയ്യാനുള്ളത്. സീക്വൽ ടു ഇത് ഇൻറ്റു നമ്പർ എന്ന് പറയുന്നത് ഓരോ ഗ്രൂപ്പിൻ്റെ നമ്പർ ഇവിടെയുണ്ട്, സ്മോൾ n ഇവിടെയുണ്ട്. 9 ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെ. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആദ്യത്തെ 3 ഗ്രൂപ്പിൻ്റെ 9ഉം രണ്ടാമത്തെ പിന്നെയുള്ളത് 10ഉമാണ്. ഓക്കെ 1.27നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കറക്റ്റാണ്. ഇനി ഇതിൻ്റെ സമ്മ് കാണാം, അതാണ് അടുത്ത സ്റ്റെപ്പ്. നോക്കിയിട്ട് വരാം. ഓക്കെ കാൽക്കുലേറ്റ് SSB സം ഓഫ് സ്ക്വയേർഡ് വേരിയേഷൻ ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ സമ്മിങ് അപ്പ്. ഈ ഓരോ ടേമും തമ്മിൽ ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് SSB കിട്ടി. അപ്പോൾ SSB കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് ഇവിടെ വെച്ചിട്ട് സം ചെയ്യാം. ഈക്വൽ ടു സം ഓഫ് ഈ 3 ടെർമിനോളജീസ്. ഓക്കെ 135.2. അപ്പോൾ നമുക്കിപ്പോൾ SSW ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ അടുത്ത് തന്നെയായിട്ട് SSB കൂടി അടിച്ചു വയ്ക്കാം. SSB കിട്ടിയിട്ടുള്ളത് 135.2 റൈറ്റ്. ഇനി നമുക്ക് അതിനെ MSSB ആക്കണം. ഇവിടെ MSSW കണ്ട പോലെ ഇവിടെ MSSB ആക്കണം. അതെന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് അഗെയിൻ പോയി നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? സ്റ്റെപ്പ് 12 K മൈനസ് 1 കാൽക്കുലേറ്റ് ചെയ്യണം എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ K-1 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് K എന്താണെന്ന് അറിയണം. K നമ്പർ ഓഫ് ഗ്രൂപ്പ് 1 തന്നെ. അപ്പോൾ 5 ഗ്രൂപ്പുള്ളത് 5 - 1 4. ഓക്കെ റൈറ്റ്.
ക്ലിയർ. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാം. MSSB കാണാൻ വേണ്ടി SSB ഡിവൈഡ് ബൈ എവിടെ വേർ ഇറ്റ് ഈസ് ഹിയർ 135.2 ഇവിടെ ഉണ്ട്. അതിൻ്റെ താഴെ നമുക്കിത് കാണാം 135.2 ഡിവൈഡഡ് ബൈ 4 ആണ് K-1. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ. K-1 അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മളെടുത്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് MSSB കിട്ടി. അപ്പോൾ ഇനി F കാൽക്കുലേറ്റ് ചെയ്യാം. F ഈസ് ഈക്വൽ ടു F കാൽക്കുലേറ്റ് ചെയ്യാൻ മുന്നേ ഇവിടെ പോയി നോക്കാം. കാൽക്കുലേറ്റ് F വാല്യൂ MSSB ഡിവൈഡ് ബൈ MSSW. MSSB divided by MSSW divided by this. What happened? Is equal to MSSB divided by MSSW. 2.20 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ കണ്ടല്ലോ. അപ്പോൾ ഈ 2.20 ഇനി ടേബിളിൽ കമ്പയർ ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. നോക്കാം. ഓക്കെ, ടേബിളിൽ കമ്പയർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അപ്പോൾ അതുകൊണ്ട് കാൽക്കുലേറ്റ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പ്. അപ്പോൾ ഇനി അത് നോക്കാം, എങ്ങനെയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നോക്കുക എന്നുള്ളത്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2 തരത്തിലുണ്ട്. ഫോർ ബിറ്റ്വീൻ ഗ്രൂപ്പ്സിന് എത്ര ഗ്രൂപ്പ് ഉണ്ടോ അതിൻ്റെ നമ്പർ 1 കുറവാണ് ബിറ്റ്വീൻ ഗ്രൂപ്പിന് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിട്ട് വരുന്നത്. വിതിൻ ഗ്രൂപ്പിന് ആകെയുള്ള നമ്പറിൽ നിന്ന് ഗ്രൂപ്പിൻ്റെ നമ്പർ മൈനസ് ചെയ്താൽ വിതിൻ ഗ്രൂപ്പിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡമായി. അപ്പോൾ ഇത് നമ്മൾ ടേബിളിൽ നോക്കുമ്പോഴും ഒരു പ്രത്യേക സ്റ്റെപ്പ് ഫോളോ ചെയ്യാനുണ്ട്. എങ്ങനെയാണ് ആ ടേബിൾ വാല്യൂ നോക്കുകയെന്ന് വിചാരിക്കാം. ഇവിടെ ടേബിൾ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലെ റോയിൽ K-1 അഥവാ ബിറ്റ്വീൻ ഗ്രൂപ്പും ലെഫ്റ്റ് സൈഡിലായിട്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെയാണ് കാണുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം N-K ഇവിടെയായിട്ട് കാണാം. റൈറ്റ്, മുകളിൽ ബിറ്റ്വീൻ, ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം N-K കാണാം. ഒരു ടേബിൾ നമുക്കൊരു മോഡൽ നോക്കാം. ഇതൊരു F ടേബിളാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് ഇത് ആൽഫ ഒറ്റ വാല്യൂ ഉള്ളൂ, 0.05 മാത്രമേ ഉള്ളൂ F വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു റോയിൽ മുകളിൽ കാണുന്ന ഈ റോയിൽ ഇപ്പോൾ യെല്ലോ ആരോ മാർക്ക് മൂവ് ചെയ്യുന്ന വാല്യൂ അവിടെ ബിറ്റ്വീൻ ഗ്രൂപ്പും ഇവിടെ യെല്ലോ മൂവ് ചെയ്യുന്ന ഈ ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് നമുക്ക് നോക്കാനുള്ളത് വിതിൻ ഗ്രൂപ്പുമാണ്. അപ്പോൾ ഇതിന് ഈ ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് വേണം ഇനി വരാൻ. നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇനി എത്രയാണ് നോക്കാം. K-1 4ആണ്. 4ഉം ഇവിടെ N 47 മൈനസ് 4 47 തന്നെയല്ലായിരുന്നു നമ്മുടെ 47 മൈനസ് 5 N-K 5 അപ്പോൾ 42. 4ഉം 42ഉമാണ് നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ 4ാമത്തെ കോളം വരുന്നതിൽ ടേബിൾ എടുത്തിട്ട് 4ാമത്തെ കോളം വരുന്നതിൽ 42ാമത്തെ എടുക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. കുറച്ച് സൂം ചെയ്താൽ ക്ലാരിറ്റി കുറവാണ് ഈ ഫിഗറിന്, എന്നാലും നോക്കാം. ഓക്കെ, ഇതാണ് 4ാമത്തെ കോളം എന്ന് പറയുന്നത്. 4ാമത്തെ കോളത്തിൽ 42 എന്ന് പറയുന്നൊരു വാല്യൂ ഇവിടെ ഇല്ല, 40 ഉള്ളൂ. നല്ല ടേബിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ എല്ലാ ആൽഫ വാല്യൂകളും കാണും. അതേപോലെ ആൽഫ വാല്യൂ മീൻസ് എല്ലാ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും കാണും. 0.05 മാത്രമല്ല 0.01 ഉണ്ടാവും, 1 ഉണ്ടാവും, 0.02 ഉണ്ടാവും, പല ലെവലുകൾ 0.001 ഉണ്ടാവും. അതേപോലെ ഇതിൽ ഈ വിതിൻ ഗ്രൂപ്പ്സ് എടുക്കുമ്പോൾ അതിൽ ഇതേപോലെ ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടല്ല, കണ്ടിന്യൂസ് നമ്പേഴ്സിനെ കാണും. ഇതിപ്പോൾ 40 കഴിഞ്ഞാൽ നേരെ 60ലേക്ക് ജമ്പ് ചെയ്യാണ്. പക്ഷേ ഇത് കാണാൻ എളുപ്പമുണ്ട്, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പത്തിലായതുകൊണ്ട് ഞാൻ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. അപ്പോൾ 4ാമത്തെ കോളത്തിൽ 42 നേരെയുള്ള നമ്പർ നോക്കുക. 42 ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏതാണ് 2.61 ആണ് എടുക്കാൻ പറ്റുക. അപ്പോൾ 2.61 ആണ് ടേബിൾ വാല്യൂ. ഇനി നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണെന്ന് നോക്കുക. കിട്ടിയ വാല്യൂ ഇവിടെ ഉണ്ട് 2.20, 2.61, 2.20. അപ്പോൾ ഇതാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയ F വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ ചെറുതാണെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഡിസിഷൻ നോക്കാം. ഇഫ് ദ ഒബ്റ്റൈൻഡ് F വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ദെൻ റിജക്റ്റ് H0 എന്നാണ്. നോ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ റിജക്റ്റ് ചെയ്യണമെങ്കിൽ F വാല്യൂ വലുത് കിട്ടണം. നമുക്ക് 2.61 എന്ന് പറയുന്ന ടേബിൾ വാല്യൂ ഉണ്ട്, അതിനേക്കാൾ
ചെറുതായിട്ടുള്ള എഫ് വാല്യൂ 2.20 എന്ന് പറയുന്ന എഫ് വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് H0 ആക്സെപ്റ്റ് ചെയ്യണം. ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയെന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ കുറച്ച് കുട്ടികളുടെ സ്കൂൾ ഹൗസുകളൊക്കെ ആക്കി തിരിച്ചിട്ടുള്ള ബ്ലൂ ഹൗസ്, ഗ്രീൻ ഹൗസൊക്കെ തിരിച്ച 5 ഡിഫറെൻറ്റ് ഹൗസ് ഓഫ് സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസിന് അടിസ്ഥാനമാക്കി കൊടുത്ത സ്കോറുകളുടെ അടിസ്ഥാനത്തിൽ ഇവർ തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് തുടങ്ങിയത്. ഇപ്പോൾ നമുക്ക് കിട്ടിയ എഫ് വാല്യൂ അനുസരിച്ച് അത് ടേബിൾ വാല്യൂവിനേക്കാൾ ചെറുതായതുകൊണ്ട് ദീസ് ഗ്രൂപ്പ്സ് ആർ നോട്ട് ഡിഫറെൻറ്റ്. ഈ 5 ഗ്രൂപ്പുകൾ തമ്മിൽ അവരുടെ പെർഫോമൻസിൽ വ്യത്യാസമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്കൊരു ടേബിളിലേക്ക് എഴുതി വയ്ക്കുക കൂടി വേണം. ഈ കിട്ടിയ ഓരോ വാല്യൂ ഒരു ടേബിളിൻ്റെ നമ്മൾ ഓർമ്മിക്കാൻ വേണ്ടി തയ്യാറാക്കിയ അതേ ടേബിളിൻ്റെ ഫോർമാറ്റിലേക്ക് ഒന്ന് എഴുതി വയ്ക്കണം. ആ ഒരു പ്രോസസ്സ് കൂടി ചെയ്യാൻ നമുക്കിപ്പോൾ എവിടെയായിരുന്നു നമ്മൾ ആ ടേബിൾ തയ്യാറാക്കിയത്? ഇതിൻ്റെ താഴെയായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ടേബിളുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ ടേബിൾ. ഇവിടെ നേരത്തെ ഒരു കാൽക്കുലേഷൻ വാല്യൂസ് ഇട്ടിട്ടുണ്ടെന്ന് റിമൂവ് ചെയ്തിട്ട് ഇതൊക്കെ റൈറ്റ് തന്നെയാണ് തോന്നുന്നുണ്ട്. ചിലതൊക്കെ റൈറ്റാണ്, ചിലത് റോങ് ആണ്. മറ്റൊരു കാൽക്കുലേഷൻ എനിക്ക് എഴുതിയത്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. K-1 4ആണ്, N-K 42 ആണ്, N-1 46 ആണ്. ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാം. ഇനി എസ് എസ് ബി നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു? എസ് എസ് ബി 135.2 റൈറ്റ്. അതൊന്നും ഇവിടെ ടൈപ്പ് ചെയ്ത് വയ്ക്കാം. 135.2 സൈസില്ല, ബോൾഡ്. ഓക്കെ, അതേപോലെ എസ് എസ് ഡബ്ല്യു 643.44 something like that. അതാണ് എസ് എസ് ഡബ്ല്യു. അപ്പോൾ എസ് എസ് ബി ഐ, എസ് എസ് ഡബ്ല്യു ആയി. ഇനി എം എസ് എസ് ഡബ്ല്യു അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഇനി ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ വാല്യൂവിനെ ഈ 4 ഉണ്ട്. അപ്പോൾ അവിടെ 135.2 കിടക്കുന്നുണ്ട്. തൊട്ടിപ്പുറത്തെ കോളത്തിൽ 4 കിടക്കുന്നുണ്ട്. 135.2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ വാല്യൂ കിട്ടും. അത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 15 പോയിൻറ്റ് സംതിങ് എത്രയായിരുന്നു വാല്യൂ? 15.32. അപ്പോൾ അത് നമുക്ക് ഇവിടേക്ക് അടിച്ചു വയ്ക്കാം. 15.32. അതേപോലെ 643.44 ഡിവൈഡ് ബൈ ഈ 42 ഈക്വൽ ടു ഇവിടുത്തെ വാല്യൂ കിട്ടും. ഇവിടുത്തെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 33.8. ഓക്കെ, നൗ 33.8 ആയി. ഇവിടെ 15.32 ആയി. ഇനി ഈ വാല്യൂവിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചാണ് എം എസ് എസ് ഡബ്ല്യു വാല്യൂ കിടക്കുന്നത്. കറക്റ്റാണ്. നമ്മൾ എഴുതിയത് തെറ്റിപ്പോയോ? എസ് എസ് ബി 135.2. ഓക്കെ, ഫോർ SSW 33.8 റൈറ്റ്. ഇനി നമുക്ക് ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് MSSB ഡിവൈഡ് ബൈ MSSW. അപ്പോൾ ഇവിടെ is equal to MSSB 15.32 ഡിവൈഡ് 33.8. വളരെ ചെറിയ വാല്യൂ ആണല്ലോ വരിക. MSSB ഡിവൈഡ് ബൈ MSSW is equal to MSSB നമ്മളിവിടെ എഴുതണതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. അങ്ങോട്ട് കോപ്പി ചെയ്തിട്ട് വാല്യൂ ഇടുമ്പോൾ അതൊന്നുകൂടി ശ്രദ്ധിക്കാം. നമ്മളങ്ങോട്ട് വാല്യൂ കോപ്പി ചെയ്തിടുമ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയിട്ടുണ്ട്. ഈ വാല്യൂസ് അങ്ങോട്ട് മാറിപ്പോയി. ഞാനും അതാണ് കൺഫ്യൂഷനായിപ്പോയി. ഇവിടെ SSB ആണ് വേണ്ടത്. SSB എത്രയാണ് വന്നത്? SSB 135.2 ആണ്. SSW 643.
അപ്പോൾ SSW എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം. SSW 643.44 ഇവിടെ 135.2. Okay, now write then k minus 4, then here 135.2 divided by 4, 135 divided by 4 is equal to 33.8, is equal to 33.8. ഇവിടെയാണ് മാറിപ്പോയത്. 33.8. here 15.32. Okay, now this table is filled. Here we have to divide 33.8 divided by 15.2 is equal to 2.20 something, 2.20626. Now F table is ready. Okay, and this is the way. ഇങ്ങനെയാണ് നമ്മൾ ഒരു F ടേബിൾ അനോവയുടെ ടേബിൾ റെഡിയാക്കേണ്ടത്. നമ്മൾ ടേബിളുമായിട്ട് കമ്പയർ ചെയ്തു, സ്റ്റാൻഡേർഡ് ടേബിളായിട്ട് കമ്പയർ ചെയ്തു. നമുക്ക് അവർ തമ്മിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് 0.05 ലെവലിൽ ഇല്ലയെന്ന് കണ്ടെത്തി. അതായത് 95% കോൺഫിഡൻസ് ഉണ്ട് ആ ഗ്രൂപ്പുകൾ തമ്മിൽ വ്യത്യാസം ഇല്ല എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് ഇനി ഫർദർ അനാലിസിസ് ആവശ്യമില്ല. ഓക്കെ, ഇത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പർട്ടിക്കുലർ ടെസ്റ്റ് അനോവ നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ നമ്മളിനി ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ റിക്വസ്റ്റ് ഇടയ്ക്കിടയ്ക്കൊന്ന് പോസ് ചെയ്യാം. പോസ് ചെയ്തിട്ട് ആ വാല്യൂസ് പേപ്പറിലേക്ക് എഴുതിയിട്ട് ചെയ്തു പോവാം, കാൽക്കുലേറ്ററിൽ ചെയ്തു പോവാം. ഞാനിപ്പോൾ ചെയ്തത് ഡെമോൺസ്ട്രേഷൻ്റെ എളുപ്പത്തിന് വേണ്ടി എക്സലിലാണ്. നിങ്ങളത് ചെയ്യുമ്പോൾ, കാരണം അല്ലെങ്കിൽ എനിക്ക് ബോർഡ് വേണം. ഇതിപ്പോൾ നേരെ പ്രൊജക്റ്റ് ചെയ്തിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി, ഇപ്പോൾ വാല്യൂ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിർത്താൻ പറ്റി. പക്ഷെ ഇങ്ങനെയാവില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് പോസ് ചെയ്യുക, വാല്യൂസ് എഴുതി ചെയ്തു പോവാം. എന്നിട്ട് ഈ വാല്യൂ കിട്ടുന്നുണ്ടോ നോക്കാം. ഇനി നമുക്ക് ഇതേ കാൽക്കുലേഷൻ അനോവ ഉപയോഗിച്ച് ഇവിടെ നമ്മുടെ SPSS ചെയ്ത വാല്യൂ ഇവിടെയുണ്ട് 2.206. പി വാല്യൂ ഇവിടെയുണ്ട്. പി വാല്യൂ മീൻസ് നമുക്കിത് സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലേ. ഈ വാല്യൂ എപ്പോൾ 0.05 വലുതാണോ അപ്പോൾ ദർ ഈസ് നോ ഡിഫറൻസ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കണ്ട കാര്യം തന്നെ ഇവിടെ അനോവയുടെ ടേബിള് SPSS അനാലിസിസ് ചെയ്ത് കിട്ടിയത് ഇവിടെയുണ്ട്. അപ്പോൾ അതിലും വളരെ ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.